അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ അങ്ങനെ പോയപ്പോൾ ഫസ്റ്റ് എല്ലാവരും സൈഡാക്കാൻ നോക്കി, കുറെ സൈഡാക്കാൻ നോക്കിയപ്പോൾ ഞാൻ കാണുമ്പോൾ എല്ലാം വലിയ വലിയ ചേട്ടന്മാരൊക്കെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീക്ക് എല്ലാവരോടും ഇങ്ങനെ ചേട്ടന്മാരെന്ന് വിളി തുടങ്ങി. പിന്നെ കൊണ്ടപ്പോൾ ആരും റെസ്പെക്ട് കൊടുക്കണില്ല. അപ്പോൾ ഞാൻ ഡാ ഷാനവാസെ ഡാ അക്ബർ വന്നപ്പോൾ എല്ലാവരും ലൈനിൽ വന്നു. സത്യം പറഞ്ഞാൽ ഹിന്ദി മലയാളം ഈ ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നമുള്ള ആളാണ് ഞാൻ. പക്ഷെ എന്നിട്ട് ഞാൻ 85 ദിവസം അവിടെ പിടിച്ചിരുന്നു. ഏത് ടാസ്ക് ആയാലും എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ മായാമോഹിനി ആയാലും ഈ പറഞ്ഞ പോലെ കഥാപ്രസംഗമായാലും പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഫിസിക്കൽ ടാസ്ക് ആയാലും എല്ലാ ടാസ്കിലും ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഔട്ടായത്. ലാസ്റ്റ് 3 വീക്ക്ലി ടാസ്ക് അടുപ്പിച്ച് ഞാൻ ജയിച്ചിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ പുറത്തായത്. എന്തിനാ പുറത്തായെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ വോട്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ പരമാവധി എഫേർട്ട് ഞാൻ അവിടെ എൻ്റെ ഈ പറഞ്ഞ പോലെ ചോറയും സ്വെറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല പറയാൻ, അത്രയൊക്കെ ഡെസ്പാണ് ഞാനിപ്പോൾ. പ്രതീക്ഷയില്ലാട്ടാ, ഞാൻ എൻ്റെ ഒരു തുണികളൊന്നും കൊടുത്തിട്ടില്ല. തിരിച്ച് എനിക്കറിയാതെ ഞാൻ പോവില്ല. പക്ഷെ എന്താ സംഭവിച്ചത്, എങ്ങനെ വോട്ട്സ് മാറി, ഏത് വോട്ട്സ് മാറി. ഇപ്പോൾ ഈ ടാസ്കും മായാമോഹിനി ജയിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ജയിക്കാൻ പറ്റില്ല. പിന്നെ ആർക്ക് ജയിക്കാൻ പറ്റും? ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കണോ, കുറച്ച് സദാചാരം കളിക്കണോ, അല്ലെങ്കിൽ എന്താ ചെയ്യണം? എനിക്ക് ഒരു ക്ലൂ ഉണ്ടായിട്ടില്ല കേട്ടോ. അത്ര എഫേർട്ട് ഞാൻ തന്നിട്ടുണ്ട് അവിടെ. ചേട്ടാ പ്രേക്ഷകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സഡൻലി വോട്ട്സ് ഡ്രോപ്പ് ആയി, ഞാൻ തോറ്റു. എനിക്കൊരു ക്ലൂ ഇല്ല. ഡബിൾ മീനിങ് ആണോ പ്രശ്നം? ഡബിൾ മീനിങ് ഒന്നും പ്രശ്നമായിട്ടില്ല. ഡബിൾ മീനിങ് മറ്റേ ആൾ ചിന്തിച്ചാൽ ഡബിൾ മീനിങ് ആവുമല്ലോ. ഞാൻ പറയുന്ന ഒരു വാക്കിനെ മറ്റേ വഴി ചിന്തിച്ചാൽ ഡബിൾ മീനിങ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ എങ്ങനെയോ ആൾക്കാർ നെഗടിപ്പിച്ച് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് എന്നെ പുറത്താക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ആയിരുന്നത്. പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഗെയിം അൺഫെയറോ ഫെയർ എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഗെയിം പോലും കളിക്കാത്ത അത്ര ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ സാഹുപോലെ പോലത്തെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതിൽ എനിക്കൊന്നും പറയാനുള്ള. എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിൽക്കട്ടെ, ഒരു കുഴപ്പമില്ല. അല്ല, അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സഹോദരൻ നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സ് ആണ്, നമ്മൾ നല്ല ബോണ്ടാണ്. ബാക്കി എനിക്ക് ആരെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അത്ര ഒരാളെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും. അത്ര പരമാവധി അക്ബറിനും സ്നേഹിച്ചിട്ടുണ്ട്, അവിടെ കിടക്കുന്ന അപ്പാനി ശരത്തിനും സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങനെ പരമാവധി ഞാൻ എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ കൂടി നിന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. അപ്പൊ ആരെയും സംബന്ധിച്ച് ഈ ജിസേലിനായുള്ള ഒരു സുഹൃത്ത് ബന്ധം ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. എല്ലാവരും പ്ലീസ് ഒരു 5 മിനിറ്റ് പ്ലീസ്. ആര്യന് ശരിക്കും PR ഉണ്ടായിരുന്നു. ചേട്ടാ എനിക്ക് എന്ത് PR ആട്ടാ? പേഴ്സണൽ റിലേഷനാ, പേഴ്സണൽ റിയാക്ഷൻ. ഇവരൊക്കെയാണ് എന്റെ PR. ഇവരൊക്കെയാണ് എന്റെ PR ആട്ടാ. പാവം എല്ലാവരും കൊണ്ടുവന്ന് നിങ്ങളൊക്കെയാണ് എന്റെ PR ആട്ടാ. താങ്ക് യു. നിങ്ങൾ വന്ന് എന്നെ പ്രൊമോട്ട് ചെയ്താൽ ഞാൻ എന്റെ PR ആയി. 23 വയസ്സുള്ള എനിക്ക് എന്തറിയാം ഈ PR-ഉം കുറച്ചൊക്കെ. ഇപ്പത്തെ സിനാരിയല്ലേ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഒന്നുമില്ല നെവിനായിരുന്നു. അതുകൊണ്ട് നെവിനാണ് പുറത്താൻ കൂടുതൽ ചാൻസ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനോട് എന്താ പറയാ, നെവിന്റെ ഗെയിം ഷാനവാസിനെതിരായി കളിച്ചത് എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇല്ലാതെ ഞാൻ പറയണില്ല. പക്ഷെ എന്റെ കയ്യില് എന്റെ എഫേർട്ടാണ്, അത് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്റെ എഫേർട്ട് ഞാൻ കൊടുത്തു. എന്റെ കയ്യില് വിന്നിങ്ങോ ലൂസിങ്ങോ ഒന്നുമില്ല. ഞാൻ ഒരു സ്പോർട്സ്മാനാ. തോൽവിയല്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജയിച്ചത്. 2 മിനിറ്റ് ഒരു കാര്യം ചെയ്യാനാ. ആരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടെന്ന് പറയാനുള്ളത്? ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടെന്ന് പറയാനുള്ളത്? ചേട്ടാ നിങ്ങൾ എന്റെ ഒട്ട മലയാളം കണ്ട് നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്തല്ലോ, അത് മാത്രം മതി. പക്ഷെ അവിടെ ഞാൻ കട്ടിക്ക് നിന്നില്ലേ? സംസാരിക്കാനും ഷാനവാസ് ആയാലും അക്ബർ ആയാലും മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാതിരി എഫേർട്ട് എന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും പോട്ടെ പ്ലീസ്. ഗ്ലാസ് ഒന്നും അതാണ് നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം. ബിഗ് ബോസ് പോയി കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്? ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. എങ്ങനെ എക്സ്പെക്ട്? ഞാൻ എല്ലാം ടാസ്ക് ജയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ടോപ്പ് 2-ലായിരുന്നു ഫൈനൽ ടിക്കറ്റ് ഫിനാലയിൽ. അപ്പൊ അവിടെ നിന്ന് തോറ്റു. എനിക്ക് എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ കുഴപ്പമില്ല, ഗെയിമല്ലേ, ജയം തോൽവിയൊക്കെ ഉണ്ടാവും. അതിനിടയിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാവരും മിസ് ചെയ്യുന്നു. അപ്പാണിനെ മിസ് ചെയ്യുന്നു. ജിസേലായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. പിന്നെ നല്ല സുഹൃത്തായിരുന്നു എന്റെ, നല്ല ക്ലോസ് ആയിരുന്നു നമ്മളേട്ടോ. ഞാൻ പറയാൻ ഞാൻ ഈ ഫോൺ തന്നോട്ടെ.